ഹായ്. ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ നാടൻ രുചികളാണ്. ഓണസദ്യയിലെ വിഭവങ്ങൾക്കൊപ്പം ഓണക്കാലത്ത് വീട്ടിൽ തയ്യാറാക്കുന്ന ചില പലഹാരങ്ങൾക്കും പ്രത്യേക ഒരു രുചിയുണ്ട്. അത്തരത്തിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പഴമയുടെ രുചിയുള്ള ഒരു അടിപൊളി ഓണപലഹാരമാണ് പഴന്നുറുക്ക്. ഇന്ന് നമുക്ക് ഈ ഓണത്തിന് വീട്ടിൽ തയ്യാറാക്കാവുന്ന നല്ലൊരു നാടൻ പഴന്നുറുക്ക് ഉണ്ടാക്കാം. ഇതിനായി നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് എടുക്കുന്നത്. ഞാൻ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ചെറുതായി അരിഞ്ഞെടുക്കാം. അവരവരുടെ പാകത്തിന് വലുപ്പത്തിൽ അരിയാവുന്നതാണ് കേട്ടോ. നേന്ത്രപ്പഴം നല്ലതുപോലെ പഴുത്തതായാൽ തന്നെ ഇതിന് നല്ല മധുരവും രുചിയും കിട്ടും. ഓണക്കാലത്ത് പഴന്നുറുക്ക് പല വീടുകളിലും വളരെ ഇഷ്ടത്തോടെ തയ്യാറാക്കുന്ന ഒരു വിഭവമാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ എല്ലാം ഒന്ന് അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണേ. അപ്പം നമുക്കിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പഴം നുറുക്കിയത് ഇട്ട് കൊടുക്കുവാണ്. അതിലേക്ക് ഞാൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അല്പനേരം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ കൂടി തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. നെയ്യിൽ വഴറ്റിയിട്ട് തയ്യാറാക്കാനും നമുക്കത് സാധിക്കും. അങ്ങനെ തയ്യാറാക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും തയ്യാറാക്കാം. അപ്പോൾ അതാ ഞാൻ കുറച്ച് നെയ്യിൽ കുട്ടികൾക്കായിട്ട് വറുത്ത് മാറ്റി വെച്ചിരുന്നത് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. വെറുതെ കളയണ്ടല്ലോ എന്നോർത്ത് ഞാൻ ഇതിലേക്ക് ചേർത്തു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ അതാ ഞാനിപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനിയാണ് കേട്ടോ. കറുത്ത ശർക്കര ആയതിനാലാണ് ഇങ്ങനെ കറുത്ത കളറിലിരിക്കുന്നത്. ഇനി ആ ഒരു ശർക്കരയുടെ ആ ഒരു മധുരവും ഒക്കെ ആ ഒരു പഴത്തിലേക്ക് അലിഞ്ഞു ചേരട്ടെ. അപ്പോൾ അതിനായിട്ട് കുറേ നേരം തിളപ്പിക്കാം. തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ അതാ കണ്ടല്ലോ, ഒന്ന് ചെറുതായിട്ട് കുറുകിയൊക്കെ വരുന്നുണ്ട്. മധുരമൊന്ന് ആ പഴത്തിലേക്ക് നല്ല പോലെ പിടിച്ച് വരട്ടെ. ശർക്കര ഇതിലേക്ക് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പഴത്തിൻ്റെ മധുരം നോക്കി വേണം നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ല മധുരമുള്ള പഴമാണെങ്കിൽ ശർക്കര കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. ഒരു ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൊടിയാണ് കേട്ടോ. പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചിട്ടുള്ള പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ശകലം ചുക്ക് കൂടി ചേർത്തിട്ടുണ്ട്. ചുക്കിടാൻ താല്പര്യമില്ലാത്തവർ ചേർക്കണ്ട. അപ്പോൾ അതാ നമ്മുടെ പഴന്നുറുക്ക് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അവസാനമായി ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഓണത്തിനുള്ള രുചികരമായിട്ടുള്ള പഴന്നുറുക്ക് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ലൊരു നാടൻ ഭംഗിയുണ്ട്. ഓണത്തിന് വീട്ടിലേക്ക് വരുന്ന അതിഥികൾക്ക് ചായയുടെ കൂടെ കൊടുക്കാനും വളരെ നല്ലതാണ്. ഈ ഓണത്തിന് നിങ്ങളുടെ വീട്ടിൽ ഈ നാടൻ പഴന്നുറുക്ക് ഒന്ന് തയ്യാറാക്കി നോക്കണം. റെസിപ്പി ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പഴന്നുറുക്ക് കഴിക്കുന്നത് പപ്പടത്തിൻ്റെ കൂടെയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ടില്ലാത്തവർ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ ബൈ, സീ യു.